ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ രചന നമ്മുടെ ഇഷിതേനെ വിളിക്കുകയാണ്. എന്നിട്ട് പുച്ഛത്തോടെ പറയുന്നുണ്ട്, നീ എൻ്റെ മോനെ കാണാൻ വേണ്ടി ഇന്ന് സ്കൂളിൽ പോയല്ലേ? അവൻ നിൻ്റെ കൂടെ വരില്ലെന്ന് പറഞ്ഞല്ലേ? അവനെ എൻ്റെ മോനാടി, അവൻ എന്നെ ഉപേക്ഷിച്ചു ഒരിക്കലും നിൻ്റെ അടുത്ത് വരാൻ പോണില്ല. പെറ്റമ്മ എപ്പോഴും പെറ്റമ്മ തന്നെ ആടി. നീ നിനക്കൊരിക്കലും എൻ്റെ മോൻ്റെ അമ്മയാവാൻ സാധിക്കില്ല. എൻ്റെ മോളുടെ അമ്മയായി നീ, പക്ഷെ എൻ്റെ മോൻ അങ്ങനെയല്ലടി എന്ന് പറയാണ്. അത് ശരിയാണ്, നിൻ്റെ മോൻ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ നിൻ്റെ മോൻ്റെ സ്വഭാവം ഇപ്പോൾ ഏറെ കുറെ മാറിയിട്ടുണ്ട്. ആകാശിൻ്റെ തനി സ്വഭാവമൊക്കെ അവനെ മനസ്സിലായി. ആകാശങ്ങൾ എന്തിനെയാണ് തൻ്റെ മമ്മീനെ കല്യാണം കഴിക്കാതെ കൂടെ വെച്ചിരിക്കണമെന്നൊക്കെയുള്ള ബോധം ഉള്ളവനായി അവൻ. മുമ്പ് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് പലതും പറഞ്ഞ് പറ്റിക്കായിരുന്നു. അവനിപ്പോൾ വലുതായി വരികയാണ്, അല്ലെങ്കിൽ ചെറുതായി വരികയല്ല. രചന അത് ആലോചിക്കണമായിരുന്നു എന്ന് പറയാണ്. എടി, എന്തൊക്കെ വന്നാലും എൻ്റെ മോൻ എന്നെ ഉപേക്ഷിച്ച് പോയില്ല. അത് രചനയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, രചന ഒറ്റപ്പെട്ടു പോകുന്നുള്ള പേടി കൊണ്ടിട്ടാണ് അവന്. എന്നാലും രചന, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തിന്? നിനക്ക് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരണം. അതിനു വേണ്ടിയല്ലേ നീ ആദിനെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിക്കണത്? നീ എന്താണ് പറഞ്ഞത്? എനിക്ക് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നോ? പിന്നെ അല്ലാതെ എനിക്കെന്താ, ഞാനിതാ മനസ്സിലാക്കില്ലെന്ന് നീ വിചാരിച്ചോ? നീ നിൻ്റെ മോനെ കൊണ്ട് അത് സാധിക്കുകയാണ്. നിനക്ക് വീണ്ടും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വരണം. നിനക്ക് ആദിയുടെ കൂടെ ആ ചിപ്പിയുടെ കൂടെ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അതിനുവേണ്ടി നീ മോനെ കരുവാക്കുവാണ്. എനിക്ക് മനസ്സിലായി. നിനക്ക് വൃത്തികെട്ടവളെ, എനിക്കെല്ലാം മനസ്സിലായി. മറ്റൊരുത്തരെ പായ വിരിച്ച നിന്നെ എങ്ങനെയാണ് മഹേഷ് സ്വീകരിക്കാൻ പോണത്? നിനക്ക് കുറച്ച് ബോധമുണ്ടോ? എടി, ആരെങ്കിലും വിഷം എടുത്ത് കുടിക്കോടി? മാത്രമല്ല, മഹേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മഹേഷ് എന്നല്ല, ഒരാണും അങ്ങനെ ചെയ്യില്ലടി എന്ന് പറയാണ്. മറ്റൊരുത്തിൻ്റെ കൂടെ മഹേഷ് എത്ര പ്രാവശ്യം നിന്നെ കണ്ടിരിക്കണടി. അയാളുടെ മനസ്സ് അത്ര നൊന്നിട്ടാണ് നിന്നെ ഉപേക്ഷിച്ചത്. എന്നിട്ടും അവസാന നിമിഷം വരെ നിന്നെ വിളിക്കാൻ വേണ്ടി നിന്നു. എന്നിട്ടും നീ പോയില്ല. മഹേഷിൻ്റെ മനസ്സിലെ ഒരു പുല്ലിൻ്റെ വില പോലും നിനക്കില്ലടി. അതുകൊണ്ടേ നീ ആദ്യം വെച്ച് കളിക്കുന്ന ഗെയിമൊക്കെ കയ്യിൽ തന്നെ വെച്ചോ. ഒരിക്കലും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് നിനക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഇഷിത ഫോം വെക്കുകയാണ്. രചന മനസ്സിൽ വിചാരിക്കുകയാണ്, അവളും അങ്ങനെയാണ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഓഹോ, ഞാൻ മഹേഷിനെ സ്വന്തമാക്കാൻ പോകണമെന്നാണ് അവളുടെ വിചാരം. ശരിക്കും ഞാൻ അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മനസ്സിൽ എൻ്റെ മഹേഷ് ഇപ്പോഴും ഉണ്ടോ? അതെ, എൻ്റെ മനസ്സിൽ മഹേഷ് ഉണ്ട്. മഹേഷിനൊരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ. എൻ്റെ 2 കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ്. ആ ഒരു സ്നേഹം എനിക്ക് മഹേഷിനോടുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും ആ ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല. മഹേഷ് ഒരിക്കലും എന്നെ സ്വീകരിക്കില്ല. എൻ്റെ ഇനിയുള്ള ജീവിതം ആകാശത്താണ്. ആകാശ് പോകാൻ പറഞ്ഞാൽ പോകണം, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ആകാശിൻ്റെ ഒരു വെപ്പാട്ടി. എല്ലാവരും പറഞ്ഞാൽ ശരി തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അഴുക്ക് ചാല് തന്നെയാണ് എന്നൊക്കെ സ്വയം രചന മനസ്സിലാക്കി പൊട്ടിക്കരയാട്ടോ. ശേഷം ആദിനെയാണ് കാണിക്കണത്. ആദി പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് വരുമ്പോഴേക്കും രചന പറയണ്ട്, അതെ, മിക്കവാറും ഇന്നും ഇഷിത വരും. നീ നിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയുമ്പോൾ, മമ്മി, ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പോവാണ്. എന്തായാലും മമ്മീനെ ഡാഡിനെ ഞാൻ വീണ്ടും കല്യാണം കഴിപ്പിക്കും. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണത് എനിക്ക് കാണണം. നിങ്ങളുടെ കൂടെ ഞാനും ചിപ്പിയും ഉണ്ടാവും. മോനെ, അതൊന്നും ഇനി നടക്കാൻ പോണില്ല. ആര് പറഞ്ഞ് നടക്കില്ലെന്ന്? മമ്മിക്ക് എന്നെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മോനെ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. മമ്മിക്ക് ഡാഡിനെ ഇഷ്ടമാണോ? അതുമാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഡാഡിനെ ഇഷ്ടമാണോന്നോ? അതെ, മമ്മിക്ക് ഡാഡിനെ ഇഷ്ടമാണോ? സത്യം പറ മമ്മി എന്ന് പറയാണ്. അത് മോനെ, എനിക്ക് പിന്നെ നിങ്ങളുടെ ഡാഡിയല്ലേ, ആ ഒരു ഇഷ്ടം എനിക്കില്ലാതിരിക്കില്ലല്ലോ. അത് കേട്ടാൽ മതി. ഇനി ഞാൻ എന്താ ചെയ്തോളാം. ഡാഡി അടുത്തും ഈ കാര്യം എനിക്ക് പറയണം. ഡാഡിക്ക് മമ്മീന് എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 ഞാൻ ഒന്നിപ്പിക്കും. ഇത് ഞാൻ പറയണ വാക്കാണ്. മഹേഷിനെ വേറെ കല്യാണം കഴിച്ചു മോനെ, അതൊക്കെ എനിക്കറിയാം. അവരെ ഉപേക്ഷിക്കാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ. ഇഷിതാമനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഇഷിതാമയല്ല, ഞാനും മമ്മിയും ഡാഡി ചിപ്പിയാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് ആദി പറയാണ്. ശേഷം പിറ്റേ ദിവസം ഇഷിത തന്നെ വരുന്നത് ചിപ്പിനെ കൊണ്ടാക്കാനായിട്ട് കേട്ടോ. ഇഷിതനെ ആദി വിളിക്കുന്നുണ്ട്. ഇഷിതാമേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദി, അല്ല ഇഷിതാമ എന്താ എന്നെ കാണാതെ പോണത്? അല്ല ആദി, എനിക്ക് പെട്ടെന്നൊരു OP വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. ഇഷിതാമേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇഷിതാമക്ക് ഫീൽ ചെയ്തു? കുഴപ്പമൊന്നുമില്ല മോനെ. അത് വേറൊന്നുമില്ല ഇഷിതാമേ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് ഇഷിതാമനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇഷിതാമ തന്നെ ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ച് ജീവിക്കേണ്ടത് എൻ്റെ മമ്മിയും ഡാഡിയല്ലേ? ആലോചിച്ച് നോക്ക് എന്ന് പറയാണ്. പക്ഷേ മോനെ, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നിൻ്റെ മമ്മിയും ഡാഡിയും എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് നിനക്കറിയാലോ അല്ലേ? അങ്ങനെ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ട് വീണ്ടും ഒന്നിക്കൊന്ന് മോനെ തോന്നുന്നുണ്ടോ? വേറെ വല്ല പ്രശ്നമാണെങ്കിൽ ശരിയാണ്, അവരൊന്നിക്കായിരിക്കും എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. വേണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോവാം. പക്ഷേ ഞാനിപ്പോൾ ഒഴിഞ്ഞു പോയാൽ മഹേഷ് നിൻ്റെ മമ്മീനെ സ്വീകരിക്കില്ലെന്ന് പറയണം. അത് ഞാൻ ഡാഡിയുടെ സംസാരിക്കട്ടെ ഇഷിതാമേ. എന്തായാലും ഡാഡി സമ്മതിക്കുകയാണെങ്കിൽ
എൻ്റെ മമ്മിയും ഡാഡിയും തന്നെ ഒന്നിക്കട്ടെ എന്ന് പറയാണ്. ആദ്യയുടെ വർത്താനം കേൾക്കുമ്പോൾ ഇഷിതക്ക് ശരിക്കും വിഷമാവുന്നു കേട്ടോ. പിന്നെ കൊച്ചല്ലേ, അവൻ്റെ മനസ്സിൽ ആഗ്രഹമല്ലേ ഇഷിത തള്ളിക്കളയാണ്. പക്ഷെ ആദ്യം അങ്ങനെയല്ല, ശരിക്കും ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഈ മഹേഷിനെയും അതുപോലെ തന്നെ രചന ഒന്നിപ്പിക്കാൻ തന്നെയാണ് ആദ്യയുടെ തീരുമാനം. ആ സമയത്താണ് മഹേഷിനെയും ഇഷിതയുടെയും ജീവിതത്തിലേക്ക് ആ വലിയൊരു ടേണിംഗ് പോയിന്റ് നടക്കുന്നത്. വേറൊന്നുമല്ല, ഇഷിതയും മഹേഷും ഒന്നാവാണ്. മഹേഷും ഇഷിതയും ഒന്നാവണ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്കും പ്രണയിച്ച് തുടങ്ങുകയാണ്. പ്രണയിക്കുക വെച്ചാൽ അവർ, അതായത് ഇത്രയോ നാൾ മനസ്സിൽ അടക്കി വെച്ച പ്രണയം ഉണ്ടല്ലോ, അതെല്ലാം പുറത്തെടുത്തിട്ടാണ് പ്രണയിക്കുന്നത്. അവിടെ കണ്ണും തുറന്ന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലത്തെ പ്രണയമാണ് ഇതിൻ്റെ റീമേക്കിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇഷിത പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഒരുപാട് താമസിക്കണമൊന്നുമില്ല. ഇവർ തമ്മിൽ പ്രണയിച്ചു തുടങ്ങുക, അതായത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ പിറ്റേ നെക്സ്റ്റ് മന്ത് തന്നെ ഇഷിത പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. പിന്നീടാണ് ആദ്യയുടെ സ്വഭാവം പിന്നീട് ഒരു ചെറിയൊരു മാറ്റം സംഭവിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇഷിത പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആദിക്ക് പിന്നെ ആ ഒരു അവകാശം പറഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇത്രയും നാൾ പറഞ്ഞത് ഇഷിതാമ്മ വെറും ഒരു മഹേഷ്, അതായത് മഹേഷ് എന്നൊരു ഭാര്യ മാത്രമാണ് ഇഷിതാമ്മ. പക്ഷേ ഇഷിത പ്രഗ്നൻ്റ് ആവാന്ന് പറഞ്ഞാൽ ഇഷിതക്കും ഒരു കുഞ്ഞുണ്ടാവാണ്, അത് മഹേഷിൻ്റെ കുഞ്ഞ്. പിന്നെ ഒരു അവകാശമില്ല രചനക്ക്, രണ്ടുപേരും ഒരേ സ്ഥാനം തന്നെയാണ്. അപ്പോൾ അതാവുമ്പോഴേക്കും നമ്മുടെ ആദിക്കും ദേഷ്യം ചെറുതായിട്ട് വരും കേട്ടോ. അത് മാത്രമല്ല, രചനക്കും ആ സമയത്ത് ചെറിയൊരു ആഗ്രഹം തോന്നി തുടങ്ങുകയാണ്. കാരണം ആദ്യം ഇങ്ങനെ പറയുമ്പോഴൊക്കെ രചനയുടെ മനസ്സിലും ആ ഒരു ആഗ്രഹം തോന്നി തുടങ്ങുകയാണ് മഹേഷിനെ വീണ്ടും സ്വന്തമാക്കാൻ. ആ സമയത്താണ് ഇഷിത ഈ പ്രഗ്നൻ്റ് ആണെന്ന് കൂടി അറിയണത്. രചനക്കും ആകെ കൺട്രോൾ തെറ്റിപ്പോട്ടെ. കാരണം ഒരു പിടിവള്ളി എന്ന നിലയിൽ വീണ്ടും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറാമെന്ന് വിചാരിക്കുന്ന രചനയുടെ മുമ്പിലേക്ക് വരികയാണ് ആ കുഞ്ഞ്. അതെ, ഇഷിതക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെയാണ് കിട്ടുന്നത്, ഒരു ആൺകുഞ്ഞാട്ടോ. ചിപ്പി ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ഇഷിതക്ക് ജനിക്കാൻ പോണത് ഒരു ആൺകുഞ്ഞ് തന്നെയാണ്. ചിപ്പിക്കൊരു അനിയനാണ് കിട്ടാൻ പോണത്. പക്ഷേ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ സമയത്തൊക്കെ രചന ശരിക്കും ഒരുപാട് ക്രൂരതകളൊക്കെ ഇഷിതടുത്ത് കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി അങ്ങോട്ട് വരാൻ പോണത്. മാത്രമല്ല, പ്രേക്ഷകർ ആഗ്രഹിച്ച നിമിഷങ്ങളെന്ന് പ്രൊമോയിൽ എടുത്ത് പറയുന്നുണ്ട്. ആ പ്രേക്ഷകരുടെ ആഗ്രഹം എന്താണ്? ഇഷിതയും മഹേഷും ഒന്നാവണം, അവർക്ക് കുഞ്ഞ് ജനിക്കണം. അതെ, ആ ഭാഗം തന്നെയാണ് ഇനി അടുത്ത ആഴ്ച വരാൻ പോണത്. പിന്നെ നമ്മുടെ വിനോദിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണിക്കാറില്ലല്ലോ. വിനോദം ജയിലിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ, അടുത്ത് തന്നെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വിനോദ് ജയിലിൽ നിന്ന് പുറത്തും കൂടി ഇറങ്ങുമ്പോഴേക്കും പിന്നെ സുചിത്രയുടെയും വിനോദിൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോണത്. സുചിത്രയും വിനോദിൻ്റെ വിവാഹം കഴിയുമ്പോൾ പിന്നെ ആകെ കഥ മറിയാൻ പോവാണ്. കാരണം വിനോദും സുചിത്ര എന്ന കഥാപാത്രം ഇതിൽ റീമേക്കിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വരുമ്പോൾ നമ്മുടെ രചനക്കുള്ള ഈ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഇടിച്ചു കയറാനുള്ള ആഗ്രഹം, അത് നമ്മുടെ സുചിത്രയും വിനോദും രണ്ടായിട്ട് മടക്കി രചനയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തോളും. അത് മാത്രമല്ല, വിനോദിനെ പുറത്തിറക്കാനായിട്ട് ആതിരനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇഷിതയും മഹേഷും അടുത്ത ആഴ്ച വീണ്ടും പുറപ്പെടുവാട്ടോ. അങ്ങനെ ആതിരനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആതിരനെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പത്രക്കാരോടും ടി വിക്കാരോടൊക്കെ വിളിച്ചു പറയണം. അവിടുത്തെ ഒരു ചെറിയൊരു മീറ്റിംഗ് പോലെ വെച്ചിട്ട് അവിടുത്തെ സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. അങ്ങനെ അത് പറയുമ്പോഴേക്കും തെറ്റ് ചെയ്തത് ആകാശും മന്ത്രിയൊക്കെ ആണെന്ന് അറിയുമ്പോഴേക്കും വിനോദിനെ വിടുന്നുണ്ട്. മാത്രമല്ല, വിനോദിനെ വെച്ച കെണിയിൽ ശരിക്കും ആകാശ് തന്നെയാണ് വീഴാൻ പോണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. Take care. Bye bye.